ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഫുൾ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോടാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഒന്ന് എടുക്കാമെന്ന് കരുതി. ഫുള്ളായിട്ട് കിട്ടുമോ അറിയില്ല, ഫോണിൽ നമുക്ക് സ്പേസ് ഒന്നും ഇല്ല അധികം, അതുകൊണ്ടാണ് ഞാൻ അധികം ഷോർട്ട് വീഡിയോസ് മാത്രം ഇടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇതിൽ ഇന്ന് രാവിലെ തൊട്ടുള്ള കാര്യങ്ങളും രാത്രി വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കിട്ടുന്നവരെ എടുക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റിലെ ഫുൾ വീഡിയോസ് ഇടാൻ പോവാണ്. അപ്പോൾ ഒന്നും കൂടെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഹൈലൈറ്റ് മോളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം ഇതാണ് കേട്ടോ വീട്. നമുക്ക് ചുമ്മാ വീടൊക്കെ ഒന്ന് കാണാം ഗൈസ്. അപ്പോൾ വരും. ആഹാ, എൻ്റെ ചെറുതെണീച്ച് വന്നു ഗൈസ്. അടുത്ത ആൾ തന്നെ അടിച്ചു വരുന്നു, ചൂലുമായിട്ട് നിൽക്കുന്നോടി എൻ്റെ ക്യാമറയുടെ മുന്നിലേ. ഞാനേ കഷ്ടപ്പെട്ട് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. ഉപ്പും മുളകും. ഗുഡ് മോർണിംഗ്. ഒരു ഹായ് പറഞ്ഞേ. അയ്യോ നല്ല ഹായ്യാ. ഇതാണ് വീട്. സുന്ദരം വീടാണ് കേട്ടോ, നല്ല രസമുള്ള. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഗായ്സ്. നിങ്ങൾ കണ്ടോ, പുതിയ ഫ്രിഡ്ജാണ്. എണീച്ച് വന്ന് നമ്മുടെ ഒക്കത്ത് കയറിയിരിക്കുകയാണ്. ഇന്ന് സ്കൂളൊന്നും ഇല്ല, കലോത്സവത്തിൻ്റെ എന്തോ ആയിട്ട് സ്കൂൾ സ്റ്റേജൊക്കെ ഇട്ടതുകൊണ്ട് ലീവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. കുറച്ച് ദിവസം എന്താ പറയുക, ലീവ് ഉള്ളതുകൊണ്ട് 2 ദിവസം നമുക്കിവിടെ ഒന്ന് നിൽക്കാം, കൂടാലോ അല്ലേ. എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്ത് നിൽക്കുന്നത് നല്ലത്, ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്. അപ്പം ഉണ്ടേതാ പല്ലും കൂടെ തേച്ചിട്ടില്ല. ബടുക്കുന്നത് ഹായ് പറ. എവിടോ നോക്കി ഹായ് കാണുന്നില്ല നിങ്ങൾ. പിന്നെ വെള്ളയപ്പം കറിയാണ്. നമ്മൾ കഴിച്ചാട്ടോ നേരത്തെ. ടിവിയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് തിന്നാൻ മടിയാണ് ഗൈസ്, തിന്നാൻ മടി. കണ്ടോ, എല്ലാവരും കാണട്ടെ, നീ തിന്നാതിരിക്കുന്ന ഉണ്ടല്ലോ. ഇവിടെ ആരുമില്ല, ഞാൻ തനിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ സമയം ഒരു 11:20 ആയിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കണ്ടതാ ചെറുത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയോ അവരെവിടെയോ ബാങ്കിൽ എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ ഇപ്പോൾ വേറൊരാളോടി വരുന്നുണ്ട്. അപ്പോൾ അവൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ നമ്മൾ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഭയങ്കര ഷയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷൈ ആയിട്ടുള്ള ആൾ വരുന്നുണ്ട്. ഞാൻ അവർ വരുമ്പോൾ ഒരു എൻട്രി കാണിച്ചു തരാം. അപ്പോൾ വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തിടണ്ടേ? അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഇതുവരെ ഇടാത്തത് കൊണ്ട് ഇങ്ങനെയാണോ ഇടേണ്ടത്, ഒരു ഫുൾ വീഡിയോ എങ്ങനെ ചെയ്യാം, അതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് സഹിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയില്ല. എന്തായാലും ഇട്ടുപോയില്ലേ, അപ്പോൾ നിങ്ങൾ കാണുക, അത്രേ ഉള്ളൂ. ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പേര് കാണാനുണ്ടാവില്ലല്ലോ. പിന്നെന്താ, പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കണം. ഞാനിത് വീഡിയോ തീരുന്നതിന് മുന്നേ പറയാനുള്ള കാര്യമായത്, കാരണം എനിക്ക് ഈ മറവി എന്ന് പറയുന്ന വിഷയമുണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലേ. ഇതിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ നടന്നു കേട്ടോ, പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താ പറയുക, നമ്മൾ രാവിലെ ചായ കഴിക്കുന്നതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചില്ലറ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം കുറേയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനേ എൻ്റെ ഫോണിൽ തീരെ സ്ഥലം ഉണ്ടാവില്ല. എപ്പോഴും ഫുള്ളായി കിടക്കും. എന്താ പറയുക, അഡീഷണൽ മെമ്മറീസ് ഒന്നും ഞാനിതിൽ മെമ്മറി ഇല്ല, ഫോണിൽ മെമ്മറി കാർഡൊന്നും ഇട്ടിട്ടില്ല. അല്ലാണ്ട് ഫോൺ മെമ്മറി തന്നെയാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പോൾ രാവിലത്തെ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഈ വീഡിയോസിലുള്ളത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴി കാണിച്ചു തരാം. അപ്പം ബാക്കി ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ജീവി. ഇൻട്രോ ഇടല്ല, എന്താ പറയുക, എൻട്രി എടുക്കണം എന്നൊക്കെ കരുതിയാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം തന്നെ തള്ളുന്ന തിരക്കിലാണ് ഗൈസ്. നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ളത് കണ്ട മാന എടുത്തുവെച്ച് തിന്ന തിരക്കിലാണ് ഗൈസ്.
അതെ പനീർ. അല്ലെങ്കിൽ ഇവിടെ മട്ടൺ ചിക്കനും കടിച്ചു പറക്കുന്നു. അടുത്ത അതെ 2 പ്രാവശ്യവും ചൂല് മാത്രം കാണിച്ച നായിക ഇപ്പൊ നല്ല ശാന്തമായിട്ട് വൃത്തിയിലാണുള്ളത് ഗായ്സ്. പറന്ന് നടന്ന് പണിയെടുക്കുന്ന നായികയാണിത്. ഇതേട്ടെ നോക്കൂ, ഇത് നമ്മുടെ സെക്കൻഡ് നായികയാണ് കേട്ടോ. റോസ് വെള്ളയിൽ ഇറങ്ങിയതാണെന്ന്. ഇത് എന്തെങ്കിലും പറയാ. ആ അഭിനയനേഷൻ തന്നെ ഇവിടെ കുട്ടി നായിക ഉണ്ട്, കാണിച്ചാൽ അങ്ങോട്ട് നിന്നേ. കണ്ടോ ഗായ്സ്, സൂപ്പറാണോ? അടിപൊളിയാണോ? ബാക്കിയുള്ളവരൊക്കെ പോയി ഗൈസ്, നമ്മൾ പോവാണ്. രണ്ടേ പോകണം നമ്മളെ വണ്ടി. ബാക്കി നമുക്കിനി ഇപ്പോൾ പോകുന്നത് എസ് എമ്മിലേക്കാണ് കേട്ടോ. പക്ഷേ എന്തൊക്കെയല്ലേ പറയുന്നത്, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അവർ കാത്തിക്കുന്നവയും പോവാം. ബാക്കി നമുക്ക് എസ് എമ്മിൽ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ബ്രേക്ക്. വർണ്ണം വിതറിയവാനിൽ തമ്മിൽ കലരാം, പോകാം പോകാം വാ. നമ്മള് നടക്കുകയാണ്. കുഞ്ഞു മക്കൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പോലീസ് പിടിക്കില്ല. കുഞ്ഞു മക്കൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പോലീസ് പിടിക്കില്ല. നടന്നോ? നീലാകാശം പീലി വിരിക്കണം പച്ചത്തെങ്ങോൽ. ഇവിടെ ഞാൻ ആ പാട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? നീലാകാശം. കൂടെ വന്ന നമ്മുടെ പ്രോ ഡ്രൈവറെ കാണാനില്ല ഗൈസ്. ഡ്രൈവർ അതാ നടന്നു ഗൈസ്. അതാ അതുകൊണ്ട് ഒന്നാകാമെന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു ഇതുവരെ നാം കളിച്ചിരിയിൽ കാലം പോകുമിടവഴിയിൽ, ഇടവെയിലിൽ പൊടിമഴയിൽ ഓരോ കേളി തുടരുകയായി അകലാതെ മൺമടിത്തട്ടി. അങ്ങനെ ഇതാ നമ്മൾ പാളയത്തെത്തിൻ്റെ പാളയ സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ മിഠായിത്തെരുവിലേക്ക്. നിങ്ങൾ വണ്ടിയിൽ വരുന്നതല്ലേ കണ്ടേ. അപ്പോൾ പകുതി വെച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ ഇതുകൊണ്ട് ബസ്സിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അതാ പാളയം സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കുകയാണ് എസ് എം സീറ്റിലേക്ക് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും കാത് കുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്ട് കുറച്ച് ഒരുപാട് കടകളിലൊക്കെ ഞങ്ങൾ ചുമ്മാ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ അറിയാമല്ലോ. മേലെയും താഴെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ്ട് ആദ്യം രണ്ടുപേരും എന്നാ പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ഇവർ എന്നെയും കൂടി പിടിച്ച് കുത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളുടെ എന്താ പറയുക, വേദനകളൊന്നും ഇല്ലാത്ത കുട്ടിയാണ് കേട്ടോ. അത് 2 അപ്പുറം ഇപ്പുറം കുത്തിയിട്ടും ഒരു എക്സ്പ്രഷൻ പോലും ഇല്ലാത്ത ആളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. കമ്മൽ കുത്തുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ. അവളത് കാണുമ്പോൾ വലിയ ടെൻഷനിലായിരുന്നു. ഇവൾ ചെറുതായിട്ട് കരഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഓക്കെ ആയി. ഞാൻ എന്തായാലും ഇത് കരഞ്ഞ് പൊളിക്കുന്നുള്ളത്. കാരണം ഞാൻ കാത് കുത്തുമ്പോൾ മൂക്ക് കുത്തുമ്പോൾ ഒരു തരിപ്പിക്കാനുള്ള പോലത്തെ എന്തോ ഒരു സാധനം തന്നോളൂ. അധികം എനിക്ക് പെയിനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ ഇത് കുത്തുമ്പോൾ ഇവരൊക്കെ കരയുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തരിപ്പിക്കലൊന്നുമില്ല, ഡയറക്റ്റായിട്ട് അടിച്ചിറക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഇതേണ്ട എൻ്റെ ഊഴത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഊഴം എത്തി, ഞാനിരിക്കുകയാണ്. നല്ല പേടിയാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഞാൻ അതിൻ്റെ കൈ പിടിച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്താ പറയുക, എനിക്ക് ഇങ്ങനെ വേദന സഹിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ നല്ലോണം കരഞ്ഞ് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ ആൾക്കാരുണ്ടെന്നൊക്കെ എന്നോട് ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വേദന വന്നാൽ എന്ത് ആൾക്കാരാണ് ഗൈസിലെ. വേദനിച്ച് നമ്മൾ ചവാറായി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അമ്മേൻ്റെ ചേച്ചീൻ്റെ ഷോപ്പിലേക്ക് കണ്ടുപോയത്. കുറച്ച് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഷോപ്പ്. മിഠായിത്തെരുവിലാണ്, എസ് എം സ്ട്രീറ്റിനുള്ളിൽ. എന്താ പറയുക, ട്രെൻഡി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്മേൻ്റെ ചേച്ചീനെ കണ്ട് കുറച്ച് നേരം അവിടെ ഒക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നു. കുറച്ചേ ഇരുന്നിട്ടുള്ളേ, ചുമ്മാ അവിടെ വരെ ചെന്നപ്പോൾ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അത് കുത്തിയിട്ട് എങ്ങനെയുണ്ട് ഗായ്സ്, കൊള്ളാവോ? നിങ്ങളൊന്ന് കമന്റ് ഇടണേ. നല്ല പെയിൻ ഉണ്ട് ഗായ്സ്.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കുറച്ച് നേരം അവരുടെ കയ്യിലാണ് കേട്ടോ ഫോണ്, അതുകൊണ്ടാണ് കുറച്ച് നേരം അവരുടെ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി എത്തിയല്ലോ, വേഗം ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ ഗൈസ്. നമുക്ക് ചോറ് തിന്നാണ്. ഇത് എന്താ സാധനം മസാലയാണ്, മസാല പനീർ ബട്ടർ മസാല കേട്ടോ. ഏകദേശം കഴിച്ചു ചെയ്യാനായി. പിന്നെ ആർത്തി പിടിച്ച് തിന്നാനിടയിൽ വീഡിയോ എടുത്ത അയ്യോ രണ്ടും കൂടെ എനിക്ക് കൊല്ലുന്നുണ്ട്. ഞാൻ പറയണ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഗായ്സ്? എന്തായാലും നമ്മള് പോയി വന്നു. അതിനുശേഷമുള്ള ചോറ് തിന്നുന്ന വീഡിയോ എടുക്കണം എന്ന് നല്ല ആഗ്രഹം. ഇതാണ് പനീർ ബട്ടർ മസാലയും പിന്നെ ചോറുമാണ്. ഇവിടെ നോൻപാണ് ഫ്രണ്ടിന്റെ അഞ്ചുവിന്റെ മോന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് ഒന്നും പറ്റത്തില്ല, വെജിറ്റേറിയൻ. അപ്പം ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാട്ടാ. അത്രയല്ലേ. പിന്നെ അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ ഇപ്പം തിരിച്ച് വീട്ടിലൊക്കെ വന്നിട്ട് കുറേ നേരമായിട്ടോ. കുറേ വിഷയങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേ, കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ. കാതിൻ്റെ വേദന സൈഡായി നോക്കൂ. എൻ്റെ കോലം കണ്ടാരും പേടിക്കണ്ട, കാരണം അങ്ങനെയാണുള്ളത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്താ മതി എന്നുള്ള ഘട്ടത്തിലാണുള്ളത്. ഭയങ്കര പെയിനുണ്ട്. കുഴപ്പമില്ല, ഇന്നൊരു ദിവസം ഉണ്ടാവും വിചാരിക്കാം. പക്ഷേ ഈ ഒരു കാതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. രസം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും മൂന്നാളും ഒരേപോലെ കുത്തിയല്ലേ. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കുറേ കാര്യങ്ങൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ ഉച്ചത്തെ ഈ കാതുകുത്ത് പരിപാടിയോടെ നമ്മളെ പരിപാടിയൊക്കെ തീർന്നിട്ടോ. കാത് കുത്തി, പിന്നെ അതിൻ്റെ പെയിനായി, പിന്നെ വീട്ടിൽ വന്ന് പിന്നെ കിടക്കണോ ഇരിക്കണോ എന്നറിയാത്ത അവസ്ഥയായി. പിന്നെ കുറച്ച് ബിസിയായി. അപ്പോൾ കുറേ കാര്യങ്ങൾ വീഡിയോയിൽ ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ബട്ട് ഇന്ന് അത്രേ ഉണ്ടാവും മാക്സിമം. അത്രയൊക്കെ എടുക്കാനുള്ളൂ, വേറെ എവിടെയും പോകാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കണോ വീഡിയോ ഇന്നത്തോടെ ഇത്ര മതി, ഇതോടെ നിർത്താമെന്ന് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവരും സേഫായിരിക്കുക. ഗുഡ് നൈറ്റ് പറഞ്ഞേ.